വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവിനി തോമസിന്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കുടുംബ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, കുടുംബ വീട്ടിൽ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എപ്പോഴായിരിക്കും സംസ്കാരം നടക്കുക? കുടുംബം അറിയിക്കുന്നത് എന്താണ്? ഇന്ന് വൈകിട്ട് 3 മണിക്കായിരിക്കും സംസ്കാരം നടക്കുക. അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. നിറച്ചിരികളോടുകൂടി പോയ ഒരു ഭാര്യയും ഭർത്താവുമാണ്. അതിനുശേഷം ചേതനയേറ്റ ശരീരവുമായിട്ടാണ് അവർ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഭൗതിക ശരീരം അവിടെ നിന്ന് പൊതുദർശനം നടക്കുന്ന ഹാളിലേക്ക് എത്തിക്കും. 9:30-10 മണിയോടുകൂടി ഈ വീട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കും എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. 3 മണി വരെയായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം 3:30 സംസ്കാരത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇവർ വിയറ്റ്നാമിലേക്ക് യാത്ര തിരിച്ചത്. ചെന്നൈയിൽ നിന്ന് 8-ാം തീയതി വിയറ്റ്നാമിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. ആ സമയത്തൊക്കെ തന്നെ അപകടത്തിന് തൊട്ട് മുമ്പ് വരെ വീട്ടുകാരുമായി സംസാരിക്കുകയും വീഡിയോ കോൾ കാര്യങ്ങൾ ഈ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തതാണ്. ഈ പ്രദേശത്തുകാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് AC തോമസ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം മുതൽ തന്നെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ ഒരു വ്യവസായ മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചതാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വെച്ചടി ഓരോ മെഡിക്കൽ മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഈ കുടുംബത്തിന് സാധിച്ചു. മാത്രമല്ല പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് വലിയ രീതിയിൽ ജോലി നൽകുന്ന ഒരു കുടുംബം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവസാനമായി അവരെ രണ്ടുപേരും ഒന്ന് കാണുന്നതിന് വേണ്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഭൗതിക ശരീരങ്ങൾ എത്തിക്കും. ഇവിടെയായിരിക്കും പൊതുദർശനം കൂടുതലായി ഉണ്ടാകുക. അതിനുശേഷം 3 മണിയോടുകൂടി സംസ്കാരത്തിന് വേണ്ടി പള്ളി സെമിത്തേരിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും.